ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സുഖമാണ് എന്ന് പറഞ്ഞ സിനിമ പോയി കണ്ടു. ആൻഡ് അരുൺ ലാൽ രാമചന്ദ്രനാണ് സിനിമയുടെ ഡയറക്ടർ. പുള്ളിയുടെ പ്രീവിയസ് വർക്ക് വേട്ട, നമ്മുടെ കുഞ്ചക്കോബന്റെ പടമായ വേട്ട എന്ന് പറഞ്ഞ പടത്തെ റൈറ്ററാണ് പുള്ളി. ആൻഡ് അത് മതി, ആ ഒരു ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ ഈ സിനിമ എടുത്തത് കാണാൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സിനിമ റിലീസ് ആകുമ്പോൾ ഇന്ന് ഈ സിനിമ റിലീസ് ആകുമ്പോൾ പെണ്ണും പൊറാട്ടയും ഉണ്ട്, ഈ പടമുണ്ട്. ആൻഡ് പെണ്ണും പൊറാട്ടയ്ക്ക് ഓൾറെഡി നല്ല റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി സിനിമ റിലീസ് ചെയ്യുന്നേക്കാൾ ബയോഫിക്കൽ സിനിമ റിലീസ് ആയതാണ്. അപ്പോൾ തന്നെ ഈ പടത്തിന് നല്ല അഭിപ്രായമുണ്ട്. സോ എനിക്കാണെങ്കിൽ ഇന്ന് ഒരൊറ്റ സിനിമ കാണാനുള്ള ഒരു ചാൻസേ ഉള്ളൂ. സോ ഞാൻ എന്ത് ചെയ്തു, പെണ്ണും പൊറാട്ട ഈ പടത്തിന് കയറി. സിനിമയിലെ കാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മാത്യു തോമസ്, ദേവിക സഞ്ജയ്, ജഗദീഷ് ചേട്ടൻ, സ്ഫടികം ജോർജ്, മണിക്കുട്ടനുണ്ട് പടത്തില്. ആൻഡ് മണിക്കുട്ടൻ്റെ റോളൊക്കെ എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് നേരമുള്ള ഒരു ചെറിയൊരു ക്യാമിയോ പോലെയാണ്. ആൻഡ് കുറച്ച് ഞാൻ പടം സ്പോയിൽ ചെയ്യാണ്ട് പറയാം. ഒരു ഭയങ്കര ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു പയ്യൻ, ഫാമിലി ഒന്നും ഇല്ല, ഡിപ്രഷൻ ആയിട്ട് ട്രാജഡി ആയിട്ട് നടക്കുന്ന ഒരു പയ്യന്, ഫ്രണ്ട്സോ ഫാമിലി ആരില്ലാത്തൊരു പയ്യന് ആംബുലൻസ് ഡ്രൈവറായിട്ട് ജോലിക്ക് പോകുന്നു. അവിടുന്ന് മരിച്ച വീട്ടിലത്തെ ആൾക്കാർ ഇവന്റെ കൂടെ ജീവിതത്തിലേക്ക് വരുന്നു. ലൈക്ക് ഗോസ്റ്റ് കംസ് ടു ലൈഫ്. അവന്റെ കൂടെ ഈ പ്രേതം, അവന് പിന്നെ ഫാമിലി പ്രേതങ്ങളാണ്, മരിച്ച വീട്ടിലൊക്കെ പോകുന്നു, അവിടെ നിന്നൊക്കെ ഓരോരുത്തർ പ്രേതം വരുന്നു, ഇവന്റെ കൂടെ താമസിക്കുന്നു. ആൻഡ് ഹി ഈസ് വെരി ഹാപ്പി വിത്ത് ദാറ്റ്. സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവന്റെ സിറ്റുവേഷൻ, നമുക്ക് അറിയാം അവനത് ഹാലുസിനേഷൻ ചെയ്യാണോ അതോ പ്രേതമാണോ, നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ജഗദീഷ് ചേട്ടൻ എന്ന കഥാപാത്രത്തിനെ പരിചയപ്പെടും. ജഗദീഷ് ചേട്ടൻ്റെ ലൈഫ് ഭയങ്കര ട്രാജഡിയാണ്, ഞാൻ പറയുന്നില്ല. നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവും സിനിമ കാണുമ്പോൾ. പ്രത്യേകിച്ച് ഞാൻ ഈ സിനിമ കാണുമ്പോൾ ഓൾറെഡി മാത്യു തോമസിന്റെ കഥാപാത്രം കണ്ടിട്ട് തന്നെ ഞാൻ ഭയങ്കര ഈശ്വര, ഇതുപോലെ ഒരു ഗതികെട്ടവൻ ഈ ലോകത്തില്ലാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ ജഗദീഷ് ചേട്ടനെ കാണുന്നത്. ജഗദീഷ് ചേട്ടൻ്റെ കഥാപാത്രം അതിനേക്കാളും കഷ്ടം. ആൻഡ് ഇതിൽ ദേവിക സഞ്ജയന്റെ കഥാപാത്രം വരുന്നുണ്ട്. അത് കുറച്ചും കൂടി ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. അത് ഈ പടത്തിലെ മെയിൻ ഒരു കഥാപാത്രമാണ്. അങ്ങനെ ഇവരെ 3 പേരും, ഈ സത്യം പറഞ്ഞാൽ ടിയോന്റെ കഥാപാത്രത്തിന് ഒരു സ്റ്റോറിയാണ് പടം പോകുന്നത്. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. ലൈക്ക് ഇത് എവരിബഡീസ് കപ്പ് ഓഫ് ടീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് ചിലർക്ക് മാത്രമേ, ഇത് ഭയങ്കര ഇൻട്രോവേർട്ട് ആയ ആൾക്കാർക്ക്, ഭയങ്കര ഡിപ്രഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക്, ഭയങ്കര ലോൺലി ആയി ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇത് ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് അല്ല, ബട്ട് ഇതിൽ കുറേ കോമഡി സീനുകളുണ്ട്. ഭയങ്കര ജഗദീഷ് ചേട്ടൻ്റെ കുറേ കോമഡി സീനുകളുണ്ട്. ആൻഡ് അനദർ ഹാൻഡ് നമുക്ക് നോക്കുമ്പോൾ ഇത് ഭയങ്കര സാഡ് മൂവിയാണ്. നമ്മൾ ആകാശദൂത് എന്നൊക്കെ പറയാം, അതുപോലെ ഒന്നും ഞാൻ പറയുന്നില്ല, അത്ര ലെവലൊന്നും ഇല്ല. ബട്ട് സിനിമ കാണുമ്പോൾ ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിത്തുമ്പി കരയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണാനാണ് ഞാൻ പറയാം. നിങ്ങളിത് OTTയിൽ പോയി കാണുകയാണെങ്കിൽ ഗായ്സ്, നിങ്ങളിത് കണ്ടിരിക്കില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്യും. തിയേറ്ററിലാകുമ്പോൾ പൈസ കൊടുത്തില്ലേ നമ്മൾ കാണണ്ടേ ഏത്. ബട്ട് ഞാനത് കളിയൊക്കെ പറയില്ല, അത് നല്ലൊരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഇത് പടം ഇഷ്ടപ്പെട്ടു. കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ പോയാലും പേഴ്സണലി എനിക്ക് ഈ മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു നോർമൽ മൂവി, പക്ഷേ എങ്കിൽ പടം കണ്ടു കഴിഞ്ഞപ്പം ഐ റിയലി ലവ് ദിസ് മൂവി. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും